എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് ഞാനത് പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്ലച്ച് അപ്ലൈ ചെയ്തു. കണ്ടോണം, ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ, അതായത് ബാറ്ററി ഡൗൺ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മുടെ വാഹനം നമ്മളെ കാണിച്ചു തരുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബ്രസയിൽ ഒന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോ ഏതായാലും ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് ഓൺ ആയി, ഡിമാൻഡ് ബ്രൈറ്റ്, ഇനി ജസ്റ്റ് പാസ് ബൈ, ഇനി ഹോണ്. ഓക്കെ, ഞാനപ്പോ ഇത്രയും കാണിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ വാഹനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. അതായത് ഹോൺ അടിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെച്ചും ഒന്ന് എ സി കൂടെ ഇട്ട് നോക്കാം. അതായത് നമ്മുടെ ബ്ലോവർ ഒന്ന് ഇട്ട് നോക്കാം. ഓട്ടോ, അതെല്ലാം വർക്കിംഗ് ആണ്. ഫാന്റെ സ്പീഡ് കൂട്ടി നോക്കാം. നല്ല പടക്കൻ സ്പീഡാണ്. ഞാൻ അതൊന്ന് ഓഫ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ മീറ്റർ നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും. മീറ്റർ എല്ലാം ഓക്കെയാണ്, സ്റ്റീരിയം എല്ലാം ഓക്കെയാണ്. ലോ ഫ്യൂൽ കാണിക്കുന്നുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം. ലോ ഫ്യൂൽ എന്താ ചെയ്യുക, ഓടുന്നതിനനുസരിച്ച് ഫ്യൂൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെ കുറ്റമാണോ എന്തോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വാഹനത്തിന്റെ ക്ലച്ച് ഔട്ടി, ഇതൊരു പുഷ് സ്റ്റാർട്ട് മോഡലാണ്. അതായത് കീ വേണ്ട, കീ ഞാൻ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നോക്കിക്കോണം, നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് ഞാനിത് പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്ലച്ച് അപ്ലൈ ചെയ്തു. കണ്ടോണം, ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് വേറൊന്നും കൊണ്ടല്ല, വാഹനത്തിന്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. അപ്പം പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്നെ വിളിക്കുമ്പോൾ പലരും പറയും, രാകേഷ് എന്റെ വാഹനത്തിന്റെ ബാക്കിയുള്ള എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്റെ വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. ഞാൻ അന്നേരം പറയും, ബാറ്ററിയാ. ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല, ബാറ്ററി എല്ലാം ഓക്കെയാ, വേറെ എന്തോ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാനിപ്പം നിങ്ങൾ കാണിച്ചു തന്ന ഈ ഒരു കാരണം, അല്ലെങ്കിൽ ഈ ഒരു കണ്ട രീതി ബാറ്ററിയുടെ തന്നെ പ്രശ്നമാണ്. അപ്പം നമുക്ക് ഇനി ബാക്കി അടുത്ത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ബാറ്ററി നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പം ഏതായാലും പുതിയ ബാറ്ററി ഇരിപ്പില്ല, നമ്മുടെ ഇരിക്കുന്ന ഒരു സ്പെയർ ബാറ്ററി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. അപ്പൊ ഇതാണ് ഇതിന്റെ വരുന്ന ബാറ്ററി വരുന്നത്. നമുക്ക് ഈ ബാറ്ററി ഒന്ന് അഴിക്കാൻ വേണ്ടി ആദ്യം തന്നെ ബാറ്ററി അഴിക്കുന്ന സമയത്ത് 2 സ്പാനേഴ്സ് നമുക്ക് വേണം. ഒരു 10ഉം ഒരു 8ഉം മതി. മാരുതിയുടെ വാഹനത്തൊക്കെ ഈ ഒരു കാര്യത്തിൽ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമുക്ക് നെഗറ്റീവ് ഒന്ന് ലൂസ് ചെയ്യാം. നമ്മൾ ഏതൊരു വാഹനത്തിന്റെ ബാറ്ററി അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നെഗറ്റീവ് ഒന്ന് ഊരി വിടുക എന്നുള്ളതാണ്. വേറെ ഏത് നമ്മൾ അഴിക്കുന്നതിന് മുമ്പായിട്ടും, കാരണം പോസിറ്റീവ് അഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും നെഗറ്റീവ് ആണ് നമ്മൾ ഊരേണ്ടത്. അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നെഗറ്റീവ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി എന്നുള്ള കണക്ഷൻ മാറി. ഇനി പോസിറ്റീവ് എന്ത് നമ്മൾ അഴിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് പോസിറ്റീവ് ആണ്. ഇത് കുറച്ചെന്തോ പണിതിട്ടുള്ളതാണ്, അതായത് ഗീസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബാറ്ററിയിൽ. നേരത്തെ ഇതുപോലെ ഡൗൺ ആവുമോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കാണാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ക്ലാവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വരും. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ ഏതെല്ലാം അഴിച്ചു. ഇത് ഇരിക്കുന്ന ക്ലാവ് ആണ്. നേരത്തെ ക്ലാവ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവർ പെട്രോളിയം ജെല്ലി ഇട്ടതാണ് കാണുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മുടെ ഈ 8 അഴിക്കാം. ഞാൻ ഫുൾ അഴിക്കുന്നില്ല. അത് ഇവിടെ താഴെ ഒരു കമ്പി എല്ലാവർക്കും കാണാൻ സാധിക്കും, ഈ കാണുന്ന ഇതിന്റെ താഴെയുള്ള അത് പതുക്കെ ഒന്ന് ചെരിച്ച് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഊരി എടുക്കുകയാണ്. യെസ്, അത് ഊരി ഇത് പതുക്കെ ഈ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഫുള്ളായിട്ട് അഴിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ബാറ്ററി ഊരി എടുക്കുകയാണ്. ഓക്കെ, തൽക്കാലം ഇവിടെ മാറ്റി വെക്കുന്നു. അടുത്ത ബാറ്ററി എന്ത് ചെയ്യും, ഞാൻ ബാറ്ററി എടുത്തോണ്ട് ഓടി വരാം. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്ററി എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാറ്ററി ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോൾസ് ഒന്ന് നോക്കണം. യെസ്, കറക്റ്റ് ആണ്. നിങ്ങൾ ബാറ്ററി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെയർ ബാറ്ററി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് സൈഡ് ആണോ. കാരണം ഈ സൈഡിൽ പോസിറ്റീവ് ആണ് വരേണ്ടത്. യെസ്, ഇവിടെ പോസിറ്റീവ് ആണ്, ഈ സൈഡ് നെഗറ്റീവും. ഇത് തിരിഞ്ഞു പോരുന്ന സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ ബാറ്ററിയിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ടും ശ്രദ്ധിച്ചോണം. ഒരു ബാറ്ററി മേടിക്കുന്ന സമയത്ത് പ്ലസും മൈനസും ഏത് സൈഡാന്ന് നോക്കണം. കാരണം ചിലപ്പോൾ ഇത് മാറിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാറ്ററി ഒക്കെ കൊണ്ട് ഇറക്കി വെച്ചു. ബാറ്ററി ഒന്ന് തുടക്കണം, കുറച്ച് ദിവസമായിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു ബാറ്ററി ആയിരുന്നു. ഏതായാലും ഞാൻ ആദ്യം കണക്ട് ചെയ്യുന്നത് നമ്മുടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്യണം. അപ്പം ഈ ബെൽറ്റ് ഇടുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുമായിരിക്കും. ഈ ബാറ്ററിയുടെ കണ്ടീഷൻ ഞാൻ ആദ്യം ഒന്ന് നോക്കിക്കോട്ടെ. പുതിയ ബാറ്ററി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ബെൽറ്റ് ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇത് പുതിയ ബാറ്ററി അല്ല, കുറച്ച് നാളായിട്ട് ഇവിടെ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും ഈ വാഹനം എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് മാറ്റിയിടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്നുള്ളത് വെച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പോസിറ്റീവ് ഒന്ന് ടൈറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇവനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു, ഒന്ന് കൊള്ളിച്ചു വെക്കുന്നുള്ളൂ, ടൈറ്റ് ചെയ്യുന്നില്ല. അതൊന്ന് കൊള്ളിച്ചു, ഈ ഭാഗം ഒന്ന് കൊള്ളിച്ചേക്കാം. ഓക്കെ, അതും കൊള്ളിച്ചു. ഇനി നമ്മുടെ നെഗറ്റീവ് ഒന്ന് കണക്ട് ചെയ്യാണ്. യെസ്, സെറ്റ്. നമുക്ക് ഇവനെ ഒന്ന് ടൈറ്റ് ചെയ്യാം.
ഓക്കെ, അതും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്കറിയാം എങ്ങനെയുണ്ടെന്ന്. ബാറ്ററി കൊള്ളാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആസ് യൂഷ്വൽ ഞാൻ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. യാ, വാഹനം സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇത് കണ്ടോ? യെസ്, നമ്മുടെ വാഹനം ഇപ്പൊ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ലോ ഫ്യൂലും കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെയുണ്ട്. ശരി, അപ്പൊ നമുക്കിപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? നമ്മുടെ വാഹനത്തിന്റെ ഹോൺ വർക്ക് ചെയ്താലും ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്താലും എന്ത് വർക്ക് ചെയ്താലും, അതായത് ബ്ലോർ ഫാൻ ഉൾപ്പെടെ വർക്ക് ചെയ്താലും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടർ എടുക്കുന്ന ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ ലോഡൊന്നും അല്ല. അത്യാവശ്യം നല്ലൊരു ലോഡ് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റാർട്ടർ മോട്ടറിന് വേണം. അപ്പം ആ ഒരു ലോഡ് എടുക്കാൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. അതുകൊണ്ടായിരുന്നു ഈ വാഹനം സ്റ്റാർട്ട് ആകാതിരുന്നത്. ഇപ്പൊ നമ്മൾ ബാറ്ററി മാറി വെച്ചപ്പോഴേക്കും വാഹനം ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. നമ്മൾ വേറെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ബാറ്ററി ഒന്ന് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ യൂസ് ചെയ്തെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കിക്കാം. അപ്പം ഇതുവരെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുക.